ഇതുപോലെ കൂണൊലുത്തി കഴിച്ചിട്ടുണ്ടോ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കൂൺ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ശരിക്കും കൂണ് ഒറ്റൊറ്റയായിട്ട് കിടക്കുന്ന രീതിയിൽ നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ഒലത്തും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശരിക്കും എടുത്തിരിക്കുന്ന സാധനത്തിലും കൂടുതൽ നമ്മൾ ചുവന്നുള്ളി എടുക്കണം. ചുവന്നുള്ളിയും വെള്ളുള്ളിയൊക്കെ അങ്ങനെ കൂടുതൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല പോലെ പച്ചക്കുത്തൊക്കെ മാറി വന്നപ്പോൾ നമ്മളതിലേക്ക് അല്പം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ശരിക്കും നല്ല ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയം വരെ നമ്മൾ ചിക്കി കൊടുക്കണം. എന്ന് കരുതി കരിച്ചുക വരരുത് കേട്ടോ. അതിക്ക് തൊട്ട് മുന്നായിട്ട് വരരുത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ല ബ്രൗൺ ഷെയ്ഡായപ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്ത് കൂണും ഇട്ട് കൊടുത്ത് ശരിക്കും നല്ലപോലെ ചിക്കി ആ ചുവന്നുള്ളിയിൽ കയറിയിരിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ കക്കി വരണ സമയം വരെ നമ്മൾ ചിക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ് കേട്ടോ, ടേസ്റ്റാണ്.